നമ്മൾ ഈ കാര്യം ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റെല്ലാ മേഖലയിലും ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന നയങ്ങൾ പരിശോധിച്ചാൽ തീർച്ചയായും നമുക്ക് പറയുവാൻ വേണ്ടിയിട്ട് കഴിയും. ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ട ബദൽ സാമ്പത്തിക നയങ്ങൾ ഉണ്ട്. ആ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയാൽ ഇന്ത്യ മഹാരാജ്യം ഇന്ത്യയുടെ ഭാവി ശോഭനമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കേണ്ടത് നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒന്നുമല്ലെങ്കിലും ഇന്ത്യയുടെ പാർലമെന്റിൽ, ഇന്ത്യയുടെ ലോക്സഭയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കാനെങ്കിലും നമുക്ക് നമ്മുടെ പ്രതിനിധികൾക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ അപമാനിക്കപ്പെടുമ്പോ, കേരളത്തിന്റെ 3.5 കോടി ജനങ്ങൾ പാർലമെന്റിൽ പോലും അവഹേളിക്കപ്പെടുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുവാൻ ആഴത്വമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ചു പോകേണ്ടതുണ്ട്. പലപ്പോഴും ഈ കഴിഞ്ഞ ലോക്സഭയുടെ വേളയിൽ കേരളത്തെ അപമാനിക്കുന്നതിനുള്ള നടപടികൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ ജയിപ്പിച്ചയച്ച ആൾക്കാർക്ക് അതിനെതിരെ ഒന്ന് കമാന്ന് ശബ്ദിക്കുവാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. നമ്മുടെ പൂർവികർ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജയിപ്പിച്ച അയച്ചവർക്കുള്ള രാധാകൃഷ്ണനായിരുന്നാലും സുശീല ഗോപാലനായിരുന്നാലും ഡോക്ടർ സമ്പത്തായിരുന്നാലും ഒക്കെ നമ്മുടെ നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, അവരുടെ പാർലമെന്റിൽ, അവരുടെ ജനങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ നിരന്തരമായി ശബ്ദിച്ചത് നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം ആഴ്ചകളിന്റെ ആവശ്യങ്ങൾ പോട്ടെ, കേരളത്തിന്റെ പൊതുവായ കാര്യങ്ങൾ പോലും പാർലമെന്റിൽ ഉന്നയിക്കുവാൻ നമുക്കൊരാളില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായത്. പലപ്പോഴും BJPയുടെ ബി ടൈമായി, അവരുടെ ജനവിരുദ്ധ നയങ്ങൾക്ക് ഓശാന പാടുന്നവരായി കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 18 UDF എംപിമാരും മാറുന്ന ചിത്രമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതങ്ങൾ ഒന്ന് ചോദിച്ചു വാങ്ങുവാൻ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഏക MP ആരിഫ ഈ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമ്പോ അതിനെ അനുകൂലിച്ച് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ പോലും ഈ അടൂർ പ്രകാശിനെ പോലുള്ളവർ തയ്യാറായില്ല എന്നുള്ളത് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. നമ്മളെന്തിനു വേണ്ടിയാണ് പാർലമെന്റ് അംഗങ്ങളെ ജയിപ്പിച്ചയക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാൻ, നമ്മുടെ കാര്യങ്ങൾ പാർലമെന്റിൽ പറയുവാൻ, അതിനുവേണ്ടി പടപൊരുതുവാനാണ് നമ്മൾ അയക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. അവിടെ പോയി അവിടുത്തെ സുഖലോലുപതയിൽ മയങ്ങി ഇങ്ങനെ പാർലമെന്റിൽ തലയ്ക്ക് കൈ കൊടുത്തിരുന്ന് ഉറങ്ങി സമയം കളഞ്ഞ് തിരിച്ചിറങ്ങി വരുന്നവരായി UDFന്റെ MPമാർ മാറി. മാത്രമല്ല, അതിനിടയിൽ BJPയുടെ ഗവൺമെന്റ് കേരളത്തിനെതിരായി സ്വീകരിക്കുന്ന നടപടികളെ അതിനെതിരായി ചെറുവിരൽ അനക്കാൻ പോലും ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ള ചിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്, യുദ്ധമാണ് തെരഞ്ഞെടുപ്പ്. ഈ യുദ്ധത്തിൽ ജയിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ കർത്തവ്യം, നമ്മുടെ ആവശ്യം. ഇടതുപക്ഷ മുന്നണി ഈ യുദ്ധത്തിൽ ജയിച്ചു മുന്നേറേണ്ടതുണ്ട്. അതിന് നമ്മളെല്ലാവരും ഓരോ സമര പോരാളികളായി മാറിക്കൊണ്ട് നാളെ മുതൽ തുടങ്ങി 26-ാം തീയതി വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്തേക്ക് നമ്മളെല്ലാം ഉജ്ജ്വലമായിട്ടുള്ള പോരാളികളായി മാറി രംഗത്ത് വരണമെന്ന് മാത്രം നിങ്ങളോട് ഒരേ പരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റാലിക്കും അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തകർക്കും എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.